ഈ അടുത്ത കാലത്തായി ഒരുപാട് കേട്ടുവരുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസികൾ. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ ചെറുപുഴ പെരിങ്ങോം മേഖലയിലും ചില പ്രാദേശിക നേതാക്കൾ ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി? എങ്ങനെയാണ് ഇത് വാങ്ങുന്നതും വിൽക്കുന്നതും? എങ്ങനെയാണ് ഇത് കുറ്റകരമാകുന്നത് എന്നൊക്കെ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. രാജ്യത്തിപ്പോൾ നിക്ഷേപ മേഖലയിൽ വലിയ തരംഗമാണ് ക്രിപ്റ്റോ കറൻസികൾ. 2008 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക ഇടപാടുകൾ വികേന്ദ്രീകരിക്കാനുള്ള ശ്രമമായാണ് ക്രിപ്റ്റോ കറൻസികൾ സൃഷ്ടിച്ചത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇന്ത്യയിലും ക്രിപ്റ്റോ കറൻസികൾ തരംഗമായത്. നിരവധി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കുവാനും അവസരം നൽകി. ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ പണമാണ്. അവ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. എന്നാൽ അവയ്ക്ക് മൂല്യമുണ്ട്. ഒരു ബാങ്ക് പോലുള്ള കേന്ദ്രീകൃത അതോറിറ്റി ഇതിനില്ല. എന്നാൽ ഇടപാടുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ കമ്പ്യൂട്ടർ ശൃംഖലയെ ആശ്രയിക്കുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ഇവ പിന്തുണയ്ക്കുന്നത്. എന്നിരുന്നാലും ഇതിന്റെ കൃത്യമായ ഉപയോഗം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിവിധ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാം. നിക്ഷേപകർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനാകും. വാസിറെക്സ്, സബ്പേ, കോയിൻസ്വിച്ച് ക്യൂബർ, കോയിൻഡിഎക്സ് ജിയോ എന്നിവയാണ് പ്രശസ്തമായ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ. മറ്റേതൊരു നിക്ഷേപത്തെയും പോലെ ക്രിപ്റ്റോയും ദീർഘകാല നിക്ഷേപത്തിന് ഉപയോഗിക്കാം. ബിറ്റ്കോയിന്റെ നിലവാരത്തിലെത്താൻ ഏകദേശം ഒരു പതിറ്റാണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ വിപണി മറ്റൊരു ധനകാര്യ വിപണിയെക്കാളും പുതിയതും കൂടുതൽ അസ്ഥിരവുമാണ്. എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെയോ അറിയാതെയോ ആണ് ഭൂരിഭാഗം ആളുകളും ഇത്തരം നിക്ഷേപങ്ങളും ഇടപാടുകളും നടത്തുന്നത്. ക്രിപ്റ്റോ കറൻസികൾ തട്ടിപ്പിന് സാധ്യതയുണ്ട്. ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി അവ ഇപ്പോഴും ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്താണ് എന്നതാണ്. ആയതിനാൽ ആർക്കും ഒരു എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമോ നാണയമോ സൃഷ്ടിച്ച് വിൽക്കാം. നിക്ഷേപകർ തങ്ങൾ അതിൽ വീഴുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഒരു ക്രിപ്റ്റോയുടെ ചരിത്രം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിക്ഷേപം നടത്താവൂ. അതും വിശ്വസനീയമായ ഒരു പ്ലാറ്റ്ഫോം വഴി മാത്രം. നിലവിൽ ക്രിപ്റ്റോ കറൻസികൾ ഇന്ത്യയിൽ നിയമവിരുദ്ധമല്ല. പക്ഷേ അവ സർക്കാരിന്റെ നിയന്ത്രണത്തിലുമല്ല. ബിറ്റ്കോയിൻ, ഡോജ് കോയിൻ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികൾക്കും നിരോധനം ഏർപ്പെടുത്താനുള്ള വ്യവസ്ഥകൾ ഈ വർഷം ആദ്യം സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നിരുന്നാലും അതിൽ കൂടുതൽ വികസനം നടന്നിട്ടില്ല. ക്രിപ്റ്റോ കറൻസികൾക്ക് ഇന്ത്യയിൽ സമ്പൂർണ്ണ നിരോധനം നേരിടേണ്ടി വരില്ലെന്നാണ് നിലവിലുള്ള സൂചന. ഇത് നിയന്ത്രിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ലാഭനഷ്ട സാധ്യത ഒരുപോലെയുള്ള മേഖലയായതിനാൽ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ രംഗത്ത് പണമിടപാട് നടത്തുക. ക്ഷമയോടെയിരിക്കുക. നിക്ഷേപത്തിനു മുൻപ് ഇടപാടുകളെ കുറിച്ച് നന്നായി പഠിക്കുക. പണമിടപാട് തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രം. നിങ്ങളുടെ ഓവർസീസ് എഡ്യൂക്കേഷന് IELTS മാൻഡേറ്ററി ആണോ? കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് IELTS നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ചെറുപുഴയിലെ തന്നെ ആദ്യത്തെ IELTS കോച്ചിങ് സ്ഥാപനമായിട്ടുള്ള ഗ്രീൻവിച്ച് അക്കാഡമി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ IELTS കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ക്ലാസ് സ്ട്രെങ്ത്തും ഇൻഡിവിജ്വൽ സപ്പോർട്ടും ഫ്ലെക്സിബിൾ ക്ലാസ് ട്രെയിനിങ്ങും എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഗ്രീൻവിച്ച് അക്കാഡമി സ്റ്റുഡൻസിനോടൊപ്പമുണ്ട്. കൂടാതെ ഫ്രീ ഓവർസീസ് എഡ്യൂക്കേഷൻ ഗൈഡൻസ് തരാനായിട്ട് എക്സ്പേർട്ട് സ്റ്റാഫും ഗ്രീൻവിച്ച് അക്കാഡമിയോടൊപ്പമുണ്ട്. ഓവർസീസ് എഡ്യൂക്കേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് തികച്ചും ഫ്രീ ആയിട്ടാണ് IELTS കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഗ്രീൻവിച്ച് അക്കാഡമിയുമായി കോൺടാക്ട് ചെയ്യുക.